ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ രാവിലെ കറിവേപ്പില പൊട്ടിക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എടുത്ത വീഡിയോ ആണ്. ഇന്ന് രാവിലെയും നല്ല മഴയായിരുന്നു. മഴ ഒന്ന് തോർന്നു നിന്ന സമയത്താണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയത്. കുറച്ച് ദിവസം മുമ്പ് ഞാൻ നട്ട ചെടിയാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൻ്റെ പുറത്ത് ഒരു ചെയർ ഇട്ടിട്ടുണ്ടായിരുന്നു. മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടവർക്കറിയാം. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ മൊത്തത്തിൽ പോയിരിക്കുകയാണ് ചെയർ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് മാറ്റും, അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ടാർപ്പൊക്കെ എടുത്ത് കെട്ടണമെന്നുണ്ട്. ഇത് കണ്ടില്ലേ, വേനൽക്കാലത്ത് കിളികൾക്കൊക്കെ വെള്ളം കുടിക്കാൻ കൊണ്ട് വെച്ചിരുന്നതായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, വേനൽ വരുമ്പോൾ കൊണ്ടുവയ്ക്കാമെന്ന് കരുതി. അതിനിപ്പോൾ അവിടെ നിന്ന് എടുത്ത് മാറ്റണം. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു. ഇന്നലെ രാത്രി ഫുൾ കറണ്ട് ഇല്ലായിരുന്നു. വെളുപ്പിനാണ് കേട്ടോ കറണ്ടൊക്കെ വന്നത്. മഴയും നല്ല കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അൽഹംദുലില്ലാ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇതാ ഈ ചെടിയില്ലേ, ഇത് നടാൻ വേണ്ടി എടുത്തുകൊണ്ട് വെച്ചിരിക്കുന്ന ചെടിയാണ്. മഴ ആയതുകൊണ്ട് തന്നെ വെള്ളത്തിലിടേണ്ട ആവശ്യമില്ല. ഇത് കണ്ടില്ലേ, മഴയൊക്കെ ആയപ്പോൾ നല്ല വെള്ളം കെട്ടി നിൽക്കുകയാണ് ചെടികളിലൊക്കെ. ഇതിപ്പോൾ കറ്റാർ വാഴയാണ്. ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി കറ്റാർ വാഴ ഉണ്ട് കേട്ടോ, ടെറസിലും വീടിന് പുറത്തും. ഈ ചെടി കണ്ട് എന്ത് ഭംഗിയാണല്ലേ. നല്ല മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ ആവശ്യത്തിന് ചെടികൾക്കൊക്കെ കിട്ടിയപ്പോൾ തന്നെ അത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. അങ്ങനെ കുറച്ച് നേരം ഞാൻ അതൊക്കെ നോക്കി നിന്നു കേട്ടോ. കറിവേപ്പ് പൊട്ടിക്കാൻ വേണ്ടി വീട്ടിന് പുറത്തിറങ്ങിയതാണ്. സത്യം പറഞ്ഞാൽ അത് ഞാനങ്ങ് മറന്നുപോയി. പിന്നെ പെട്ടെന്ന് തന്നെ കറിവേപ്പൊക്കെ പൊട്ടിച്ച് കൊണ്ട് ഞാൻ പോയി കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ. ഓരോ ചെടിയും പൂക്കളൊക്കെ കാണുമ്പോൾ കുറച്ച് നേരം അതും നോക്കിയിരിക്കും. പ്രത്യേകിച്ചും മഴ ആയതുകൊണ്ട് തന്നെ പുറത്തൊന്നും ഇറങ്ങാൻ ഇപ്പോൾ പറ്റില്ലല്ലോ എപ്പോഴും. അപ്പോൾ പുറത്തിറങ്ങുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നോക്കി എടുത്ത് ഒക്കെ അങ്ങനെ കുറച്ച് സമയം അതങ്ങനെ പോകും. പ്രത്യേകിച്ചും മഴയൊക്കെ പെയ്ത് നിൽക്കുന്ന ചെടിയായാലും പൂക്കളൊക്കെ കാണാനും അതൊരു പ്രത്യേക ഭംഗിയല്ലേ. ഇപ്പോൾ മഴയില്ല കേട്ടോ. ഞാൻ പുറത്തിറങ്ങിയ സമയത്തൊന്നും അങ്ങനെ കറിവേപ്പൊക്കെ പൊട്ടിച്ച് ഉമ്മയുടെ കയ്യിൽ പെട്ടെന്ന് കൊടുത്തിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. എന്തായാലും മഴ ഇല്ലാത്തപ്പോഴല്ലേ നമുക്കിങ്ങനെ പുറത്തിറങ്ങി ചെടികളൊക്കെ എന്തായിന്നൊക്കെ നോക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ നട്ട് വളർത്തിയതൊന്നുമല്ല, താനേ വളർന്നു വന്നതാണ്. ഇതിൻ്റെ പേരെനിക്കറിയില്ല. എന്തായാലും 2-3 കായൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വളരുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഇത് ഞങ്ങളുടെ വീട്ടിലെ ചീരയാണ്. അത്യാവശ്യം നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ഇത് ശംഖുപുഷ്പം, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെടുത്തിട്ട് വല്ലപ്പോഴൊക്കെ ഞാൻ വെള്ളമിട്ട് കുടിക്കാറുണ്ട്. അങ്ങനെ കരുതി ഇന്ന് വെള്ളമിട്ട് കുടിക്കാമെന്ന്. ഒത്തിരി ഗുണങ്ങളുള്ള ഒന്നാണ് കേട്ടോ ഇത്. ഇതും കുടിച്ചതിന് ശേഷം പിന്നെ ഞാൻ കിച്ചണിലോട്ട് പോയി. ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരുന്നു കിച്ചണിൽ. എല്ലാവരും ഉള്ള ദിവസം ഓരോരുത്തരും ഓരോ ജോലികളങ്ങ് ചെയ്യും. അപ്പോൾ ഞാൻ കരുതി ക്യാബേജ് തോരനും കപ്പയും ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് നേരം വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്ന് മഴയൊക്കെ കണ്ടങ്ങനെ ഇരുന്നു. ഇതേ കണ്ടില്ലേ, മോൻ മഴയത്ത് കളിക്കാൻ കേട്ടോ. അപ്പം മോനെ വീട്ടിൻ്റെ അകത്തേക്ക് കയറ്റിയ ശേഷം പിന്നെ അവന് മേലൊക്കെ കഴുകി. അതിനുശേഷം ഞാൻ തുണി കഴുകാൻ പോയായിരുന്നു കേട്ടോ. കുറച്ച് തുണി ഉണ്ടായിരുന്നു കഴുകാൻ. തുണിയൊക്കെ കഴുകി കുളിച്ചതിന് ശേഷം നിസ്കാരവും കാര്യങ്ങളായിട്ട് അങ്ങനെ പോയി. ഇത് ഞാൻ മുമ്പ് എടുത്ത് വെച്ചിരുന്നൊരു വീഡിയോ ആണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലുണ്ടായ, നിങ്ങൾക്കൊക്കെ അറിയാം, മുമ്പത്തെ വീഡിയോസ് കണ്ടവർക്കറിയാം, സ്റ്റാർ പുളിഞ്ചിയാണ്. ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരുന്നതാണ്. നമ്മുടെ വീട്ടിൽ ആത്തിച്ചക്കയും ഉണ്ട് കേട്ടോ. ഇതും വീട്ടിനടുത്തുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സലാമു അലൈക്കും.